നമസ്കാരം, വെൽക്കം ടു ആ ചാനൽ പൊന്നുവാതിരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കുത്താമ്പുള്ളി ഗ്രാമത്തിലെ AR ഹാൻഡ്ലൂംസിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ പുറകിൽ മൊത്തം സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും നിറയെ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് ഈ AR ഹാൻഡ്ലൂംസിൽ ഒന്ന് വന്നിട്ട് ഇവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. നമ്മുടെ കൊറോണ കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഈ വർഷം ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. നമ്മൾ ഒരു സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പുറകിലുള്ള അധ്വാനം എന്താണ്, അതെങ്ങനെയാണ് നെയ്യുന്നതെന്നൊന്നും നമ്മൾ കാണാറില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടത് കുത്താമ്പുള്ളി ഗ്രാമത്തിൽ നെയ്ത്തുശാലയുടെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ AR ഹാൻഡ്ലൂംസ് എന്ന് പറയുമ്പം AR ആരാണ്? അരവിന്ദനും രാജുവാണ്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാതെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാൻ പറ്റില്ല. അരവിന്ദനും രാജുവിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, കുറച്ചുകൂടെ അടുത്തേക്ക് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അരവിന്ദൻ, ഇതാണ് രാജു. അപ്പോൾ ഇവരെ ഞാൻ കഴിഞ്ഞ വർഷം കേട്ടോ പരിചയപ്പെട്ടത്. ഇവരുടെ കുറച്ച് കളക്ഷനൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ഇവരുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തവണത്തെ വിഷു വരുമല്ലേ, അപ്പോൾ വിഷുവിന് നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടും ഇല്ലാതെ എന്ത് വിഷുവാണ് കേരളീയർക്ക് അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഈ AR ഹാൻഡ്ലൂംസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിപ്പോൾ മുത്തച്ഛൻ്റെ കാലം മുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷമാവണം. അതായത് അവർ നെയ്ത്തുകാരാണ്. അപ്പോൾ നമ്മുടെ തലമുറ നെയ്ത്തിലേക്കല്ല, അവർ നെയ്ത് കൊണ്ടിരുന്നു, നമ്മളത് വാങ്ങി റോ മെറ്റീരിയൽ എല്ലാം കൊടുത്ത് വാങ്ങി ഇവിടെ വിൽക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ചെയ്യുന്നില്ലേ? ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സ് അല്ലേ? കസിൻ ബ്രദേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് പോകുന്നു ബിസിനസ് ഒക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നോക്കേണ്ടത്, ഏതാണ് വാങ്ങേണ്ടത്, ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് മൊത്തത്തിലൊരു അമ്പരപ്പായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൈഡ് കളക്ഷൻ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കടയിൽ പോയിട്ട് അതിന് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ സെലക്ട് ചെയ്യുക, കാണുന്നതിന് ഇഷ്ടമുള്ളത് വാങ്ങുക എന്നല്ലാതെ ഇത് ഇഷ്ടമുള്ള നിറത്തിലും ഇഷ്ടമുള്ള ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ കുത്താമ്പുള്ളി ഗ്രാമത്തിൽ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ AR ഹാൻഡ്ലൂംസിൽ ഇവരുടെ ബിഹേവിയർ പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണാം അല്ലേ? എല്ലാം കാണാം. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കാണാം. ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. മുഴുവനൊന്നും എന്തായാലും കാണിച്ചു കഴിയില്ല കേട്ടോ, അത്രയും കളക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സെറ്റ് മുണ്ടിന് മാത്രമായിട്ട് ഒരു ദിവസം, സെറ്റ് സാരിക്ക് മാത്രമായിട്ട് ഒരു ദിവസം, അതുപോലെ ധാവണി കളക്ഷൻ. ധാവണി ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ധാവണിയും പട്ടുപാവടയാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ ഏതാണ് ഉദ്ദേശിക്കുന്നത് അതിനെ എത്തിച്ചു കൊടുക്കാമെന്നാണ് നമ്മുടെ ഒരു ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വാട്സപ്പിലെ നമ്പറിൽ ഇമേജ് ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ പറയുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യും. ബ്രൈഡ്സിനൊക്കെ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിലും ഒരുപാട് ഡിഫറൻസ് വരും. നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് വരും ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇനി അധികം കത്തിയടിച്ച് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഇവരുടെ കളക്ഷൻസൊക്കെ കാണാം. ബാ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? നമുക്ക് സെറ്റ് മുണ്ടിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടം സെറ്റ് സാരിയേക്കാളും സെറ്റ് മുണ്ടാട്ടോ. കാരണം സെറ്റ് മുണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആ കരയൊക്കെ കാണുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കരകളിൽ നിന്ന് തുടങ്ങാം അല്ലേ. സെറ്റ് സാരി എന്നൊക്കെ പറയുമ്പം എപ്പോഴും നമ്മൾ കസവാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാലും കസവില്ലാതെ ഇങ്ങനത്തെ കരകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഔട്ട് ആവുകയില്ല. ഒരു യൂണീക്ക് പീസായിട്ട് നിൽക്കുന്നേ, എപ്പോഴും നമ്മൾ കസവല്ലേ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കസവാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഷോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇത് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. ഈ കുത്താമ്പുള്ളി ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ നിറയെ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ടെക്സ്റ്റൈൽസ് കാണാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തൊന്നും റീറ്റെയിൽ ഉണ്ടാവില്ല, ഹോൾസെയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറയുന്നില്ല, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പ്ലീസ് എക്സ്ക്യൂസ്. കാരണം ഇതിൻ്റെ റേറ്റ് ഓരോന്നിൻ്റെയും റേറ്റ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ പറഞ്ഞല്ലോ ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ഷോപ്പാണ്. അപ്പോൾ ഹോൾസെയിലുകാർക്ക് കൊടുക്കുന്ന ഒരു റേറ്റ് ഉണ്ടാവും, റീറ്റെയിലുകാർക്ക് കൊടുക്കുന്ന ഒരു റേറ്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നും നെയ്തിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇവിടെ നിന്നും ഇവരുടെ അടുത്തുനിന്നും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും ഒരു ലാഭം എടുത്തിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു പൈസയുടെ വ്യത്യാസം എന്തായാലും നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ്. ഇവരുടെ ഈ കുത്താമ്പുള്ളി
നമ്മളുടെ ഈ ഗ്രാമത്തിൽ വന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ഓൺലൈനിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറുണ്ട്. കൂടാതെ ഞാൻ ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. എയർ ഹാൻഡ്ലൂംസിൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി പർച്ചേസ് ചെയ്യാം. പിന്നെ താഴെ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിക്കാം വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഇവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഓൺലൈൻ ടീമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി അത് വാങ്ങിക്കാനും പറ്റും. സുഖമല്ലേ, നമുക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കണ്ട. പിന്നെ ഞാൻ റേറ്റ് പറയാം. അതായത് ഒരു 250 റുപ്പീസ് റേഞ്ച് തൊട്ടിട്ട് ഇവരുടെ സെറ്റ് മുണ്ടും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ റേഞ്ചിലേക്ക് മാറും കേട്ടോ. കസവ് വരുന്നതിൻ്റെയും കരകൾ മാറുന്നതിൻ്റെയും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ്ലൂംസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കൈത്തറിയും അതുപോലെ അല്ലാത്ത മെഷീൻ വർക്കും ചെയ്യുന്നില്ലേ രാജു? അല്ലേ? രണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈത്തറിയാണോ മറ്റേതാണോ വേണ്ടതെന്ന് ചോദിച്ച് തന്നെ വാങ്ങിക്കണം. കൈത്തറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളതിനേക്കാളും കൈത്തറി കുറച്ചുകൂടെ ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഞാൻ നെയ്ത്ത് ഗ്രാമത്തിൽ പോയ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൈത്തറി മറ്റുള്ള ഒരു സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് സാരിയോ ഒക്കെ ഒരു വർഷം ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് കൈത്തറി ആണെങ്കിൽ 4 വർഷം ഉപയോഗിക്കാമെന്നാണ് അവിടെയുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. കത്തിയുടെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ, ഇതൊക്കെ പറഞ്ഞ് തീരണ്ടേ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു കരയാണ്. കണ്ടോ, ഇതിൽ നല്ല രസമായിട്ടുള്ള പച്ച വന്നിട്ടുണ്ട്, ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, ഓറഞ്ച് വന്നിട്ടുണ്ട്, മെറൂൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു ഒരു റെയർ ആയിട്ടുള്ള ഒരു കരയാണ് കേട്ടോ. നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു കര കാണിക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ചെയ്താൽ മതിയേ. അപ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. രണ്ടാമത്തത് കര ഇങ്ങനെ നല്ല ഭംഗിയില്ലേ? ഇവിടുന്ന് മിക്കവാറും ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുക കേട്ടോ. പിന്നെ ഗ്രീനും റെഡും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഈ ഗ്രീനും റെഡും. ഒരു 500-600 ആ ഒരു റേഞ്ചിലൊക്കെ ആ ഒരു ഇതിലൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എക്സാക്ട് റേറ്റ്, ഞാൻ ചോദിച്ചില്ല. എല്ലാത്തിനും റേറ്റ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അവരെ ഞാനിപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അവരിങ്ങനെ സ്റ്റെയർ കയറി എനിക്കിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് തന്നിരിക്കാം. ഇത് നല്ല രസമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നോക്കിയേ, ഈ ഒരു പേർപ്പിൾ കളർ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. രസമായിട്ടില്ലേ? ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറൂൺ വരുന്നുണ്ട്. ഇത് നല്ല രസമായിട്ടുണ്ട്. അതായത് ഡാർക്ക് ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഡാർക്ക് മെറൂൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. കണ്ടോ? ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും കാണുന്നൊരു കളറല്ല. യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോ ആണ്, പക്ഷേ ഒരു ലൈറ്റ് ഗ്രീനാണ്. എന്താ പറയുന്നത്, നമുക്കൊരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചുകൂടി ഒരു വ്യത്യാസമായിട്ട് ഒരു വയലറ്റും ഓറഞ്ചും കരയാണ്. കണ്ടോ, ഗ്രീനും അതുപോലെ തന്നെ വയലറ്റും. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഹായ്, കണ്ട ചേട്ടുകുട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നല്ല രസമായിട്ടില്ലേ? ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് വന്നിട്ടുണ്ട്, മെറൂൺ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതിനൊന്നും കുറച്ചുകൂടെ ഒരു വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മെറൂൺ വരുന്നുണ്ട്, പിന്നെ ഒരു ലൈറ്റ് റെഡാണ് കേട്ടോ, പിങ്ക് അല്ല. നമുക്ക് പക്ഷേ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, പക്ഷേ മെറൂൺ ആണ്. മെറൂൺ പിന്നെ ലൈറ്റ് റെഡ്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണ് നോക്കിയേ. ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് വെക്കുമ്പോഴത്തേക്കില്ലേ നമ്മുടെ ഫേസിലേക്ക് തന്നെ ശരിക്കും നല്ലൊരു അട്രാക്ഷൻ ഇല്ലേ? നോക്കിയേ. ഇത് പിന്നെ ഒരു ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്, റെഡും ബ്ലാക്കും. എന്താല്ലേ ഭംഗി. ഇതിലിപ്പോൾ ഏതാ എടുക്കുക? ഒന്നും ഇവിടെ വെച്ചിട്ട് പോകാൻ തോന്നില്ല, അത്ര രസമായിട്ടുണ്ട്. ഏതൊക്കെ ഞാൻ എടുക്കും. ഞാൻ എന്തായാലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗ്രീനും ബ്ലാക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സൊന്നും ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സും ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചില ഏജുള്ള അമ്മമാരൊക്കെ ഇല്ലേ, അമ്മൂമ്മമാരൊക്കെ, അവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നന്നാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മറ്റേ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, പക്ഷേ എല്ലാവർക്കും ഇടാം കേട്ടോ ഈ കളറൊക്കെ. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ,
എനിക്കിങ്ങനത്തെ ഈ കസവ് വരുന്നതിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ കരകളാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയൂ. വീഡിയോ ഇഷ്ടമായോ, യൂസ്ഫുൾ ആയോ? ഇത്രയൊന്നും സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ കാണിക്കുന്ന വീഡിയോ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടോയെന്ന് അറിയാം, ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. കണ്ടോ, നല്ല രസമായിട്ടില്ലേ ഈ ഷെയ്ഡ്? മെറൂണും ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണേ. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലെ തന്നെ കളേഴ്സൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്, വീതിയായിട്ടുള്ള കരയാണ് വരുന്നത്. അതുപോലെ തന്നെ 2 കളേഴ്സ് വരുന്നുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടത് 4 ലൈനൊക്കെ വരുന്നുണ്ടായിരുന്നു, ഡാർക്ക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ. നോക്കിയേ, എല്ലാം ഞാൻ നിവർത്തിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല പണിയാവും തോന്നുന്നുണ്ട്. ഇത് നല്ല രസമായിട്ടുണ്ട്. ഓറഞ്ചും പേർപ്പിളും പിന്നെ ഗ്രീനും മെറൂണും ആണ് വന്നിട്ടുള്ളത്. ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്രീൻ. പിന്നെ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട റെഡ് ആൻഡ് ബ്ലാക്കിലാണ്. ഈ കോമ്പിനേഷൻ സെയിം ആണ്. ഇപ്പം നമ്മൾ നേരത്തെ കാണിക്കുന്ന കോമ്പിനേഷനൊക്കെ സെയിം ആണെങ്കിലും ഇതിൻ്റെ കരകളിൽ കണ്ട വ്യത്യാസം കണ്ടോ? കരകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കരകളിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കരകൾ നമുക്ക് സെലക്ട് ചെയ്യാം. പച്ച, ഓറഞ്ച്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, കല്യാണം വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഒരു ഒക്കേഷണൽ വെയറൊക്കെ നമ്മളിപ്പം ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഡ്രസ് കോഡിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ഓർഡർ പോയി, ഇവിടെ വരണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഈ നമ്പറിലൊന്ന് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത്ര പീസ് വേണം, ഒരു പാറ്റേൺ കാണിച്ചിട്ട് 10 പീസ് വേണം, 20 പീസ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാം. സംഭവം കിടുവായിരിക്കും എല്ലാവരും കൂടെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചൊരു വേറെ ഒരു ലൈൻസാണ്. കണ്ടോ, 2 കളർ തന്നെ വരുന്നുള്ളൂ, പക്ഷേ ലൈൻസിൽ കണ്ടോ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുറച്ച് ഏജുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ രസം ഉണ്ടാവുമെന്ന്. കാരണം ഓവറായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇത് ഗ്രീനും ഓറഞ്ചും ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വയലറ്റും ഓറഞ്ചും ആണ്. കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലെയിൻ കളർ കണ്ടാലോ? എനിക്കിഷ്ടമാണ് പ്ലെയിൻ കളേഴ്സ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പ്ലെയിൻ കളേഴ്സിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്ലെയിൻ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലളിത സുന്ദരി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ലാളിത്യം ഉണ്ടാവും. വളരെ സിമ്പിളായിരിക്കും, വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നും, എന്നാൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ, ഗ്രീൻ വരുന്നത് പിങ്ക് ആണ്. എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ ഒരു പിങ്ക്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിങ്ക് കണ്ടോ, ബ്ലാക്ക് പിന്നെ എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആണ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭംഗിയുണ്ടാവും. ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നല്ല കേട്ടോ, ഇതൊരു എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ലുക്കായിരിക്കും നിങ്ങളിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. മിക്കവാറും ഇത് ഞാൻ വാങ്ങിക്കും കേട്ടോ. യെല്ലോ അധികം ആരും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. യെല്ലോ വ്യത്യാസമായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ. റെഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡാണ്, എന്നാലും ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് റെഡാണ് കേട്ടോ. ഇതങ്ങനെ അധികം ആരും ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ ഈ കളറ്. എന്താണ് ഈ കളറിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു മണ്ണിൻ്റെ കളറാണോ ചോദിച്ചാൽ ആണോയെന്ന് വെച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. ചെറുപയർ പച്ചയുടെയും മണ്ണിൻ്റെയും എന്തിൻ്റെയൊക്കെയോ കളറിൻ്റെ ഒരു മിക്സ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ലെമൺ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ലെമൺ ഗ്രീനിൻ്റെ അതിൽ നിന്നും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കാണിക്കാൻ പോകുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഓ, എല്ലാം കൂടി അങ്ങ് വീട്ടിലേക്ക് വാങ്ങിപ്പോയാലോ. ഓരോ ദിവസം ഓരോന്നിടാം. ഇനി ചാനലിൽ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോ കളറുകൾ ഇട്ടിട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിനിങ്ങനെ ഈ പാറ്റേൺ സെറ്റും കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് വേറൊരു പാറ്റേണുമായിട്ട് കാണാം. കുറേ നേരമായില്ലേ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നു. ഫാൻ ഇടാൻ പറ്റില്ല, അപ്പം നല്ല ചൂടുണ്ട്. സമയമൊക്കെ ഇങ്ങനെ വൈകി പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോവാം. അടുത്ത വീഡിയോ അല്ല, അടുത്ത സെറ്റ് ഓഫ് കളക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കുറേ കളേഴ്സുള്ള കരകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കരകളിൽ ഡിസൈൻ വർക്ക്സ് വരുന്ന കുറച്ച് പാറ്റേൺ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് ഗ്രീനും ബ്ലാക്കും ആണ്. പിന്നെ ഇത് നമ്മൾ അങ്ങനെ അധികം കാണാത്തൊരു ഷെയ്ഡാണ് കേട്ടോ, ലാവൻഡർ കളർ. കണ്ടോ, അപ്പോൾ ഈ കളറിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ ഇവിടെ ചെയ്തു തരും കേട്ടോ.
നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തു തരും. ഈ കര മാത്രമാണെങ്കിലും നല്ല രസമാണ്. അധികം കാണാതെ ഇപ്പം എപ്പോഴും നമ്മൾ കാണാത്ത കളേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പം നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ഇതും രസമായിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കരകളും ലൈൻസും ഒക്കെ ആയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം എപ്പോഴും നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെ വീണ്ടും കാണിക്കണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ടെമ്പിൾ ബോർഡറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഈ ഗ്രീനും ബ്ലാക്കും കൂടെ അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഷെയ്ഡേ അല്ല. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ. എന്താ ഇതിന് പറയുന്നത്, തത്തമ്മ പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ്. നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതിൻ്റെ വൺ സൈഡിലാണ് കേട്ടോ ടെമ്പിൾ ബോർഡർ വരുന്നത്. നല്ല രസമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ സിൽവർ ബോർഡറാണ് കേട്ടോ വരുന്നത്. സിൽവർ ബോർഡർ, ബ്ലാക്ക്, അതിൻ്റെ കൂടെ നമ്മുടെ ടെമ്പിൾ ഡിസൈനും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വേറൊരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളതാണ് പിങ്കും ബ്ലൂവും ഒക്കെ കളറായിട്ട്. കണ്ടോ, ഇത് കുറച്ചുകൂടെ വീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും കരകൾ വന്നിട്ടുണ്ട്. ഈ കരകളുടെ കൂടെയാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. നമ്മൾ ദൂരെ നിന്നൊക്കെ ഈ ഫോട്ടോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിടുമായിരിക്കും കേട്ടോ. പക്ഷേ ഇത് നല്ല സ്റ്റാൻഡേർഡ് പീസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. കണ്ടോ, ഇങ്ങനെ, അതായത് പച്ചയും പിങ്കുമാണ് വന്നിട്ടുള്ളത്. ടെമ്പിൾ ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പച്ചയുടെ വരുന്നത്. ടെമ്പിൾ മുകളിലോട്ടാണ് വരുന്നത്. അടിയിൽ ഇങ്ങനെ ലൈനാണ് വരുന്നത്. പിന്നെ വേറൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ തന്നെയാണ്. പക്ഷേ ഈ ഗ്രീൻ എന്ന് പറയുന്നത് വേറൊരു ഗ്രീനാണ്. കണ്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു പച്ചയാണേ. പച്ചയും പിന്നെ റെഡും, അതിൻ്റെ കൂടെ ടെമ്പിൾ ബോർഡറും. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ ബ്ലാക്കും ഗ്രീനും. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ കരയിലും തന്നെ ടെമ്പിൾ ഡിസൈൻ വരുന്ന പാറ്റേൺ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പിങ്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നി. ഈ പിങ്ക് കരയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ലീഫിൻ്റെ ഡിസൈനാണ് കേട്ടോ. നല്ല രസമില്ലേ ഇങ്ങനത്തെ കളേഴ്സ് വരുമ്പോൾ? എന്താ അറിയോ, പിങ്ക് കളർ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എപ്പോഴും ഈ കസവിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെയൊക്കെ പാറ്റേൺ സെലക്ട് ചെയ്യുക കേട്ടോ. ഇതിന് കുറേ കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ പാറ്റേൺ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടില്ലേ, ഈ ലാവൻഡർ കളറിൽ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈനാണ്. ഈ ലീഫ് ഡിസൈൻ ഇങ്ങനെ സെൻറ്ററിൽ കൂടി ആട്ടോ പോകുന്നത്. ഇതും കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി എനിക്ക്. കണ്ടോ, ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിങ്ങനെ ലൈൻസിൽ ഇങ്ങനെ ഡിസൈൻ, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓരോന്നും വേറെ വേറെ പാറ്റേൺ ആണ് കേട്ടോ. ഇത് നോക്കിയാൽ ഇത് ലൈൻസിലാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും കാണുന്നൊരു ഡിസൈൻ അല്ല, ലൈൻസിലാണ് ഈ സെൻറ്ററിൽ കൂടെ ഇതിൻ്റെ ഇങ്ങനെ ഒരു, എന്താ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടമാണ് കേട്ടോ. കുടമാണ് വരുന്നത്. ഓക്കെ, നന്നായിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെയും കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഹാൻഡ്ലൂം, അതുപോലെ തന്നെ കൈത്തറി എന്ന് പറയും, അതുപോലെ തന്നെ മെഷീൻ വർക്ക് എന്ന് പറയും. ഇത് മുള്ളോത്ത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇല്ലേ, സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സാരിയൊക്കെ ഇട്ട് നടക്കുന്നവർ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ അഡിക്റ്റഡ് ആവുന്ന ഇവർ പറയുന്നത്. കാരണം അത്ര സുഖമാണ്, ദേഹത്ത് നമ്മൾ തട്ടുമ്പോഴത്തേക്കും നല്ലതാണ്. ശരിക്കും നമ്മൾ കോട്ടൺ വസ്ത്രം ഇടണം എന്നാണല്ലോ പറയുക. അപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ സെറ്റ് മുണ്ട് എടുത്ത് നടക്കുന്ന നമ്മുടെ ഏജിലുള്ള ആരും ഉണ്ടാവില്ല, പക്ഷേ പ്രായമുള്ളവരുണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ല നല്ല സുഖമായിട്ടുള്ള ഡെയിലിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പാറ്റേൺ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കളറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സെറ്റ് മുണ്ട് കളക്ഷൻ്റെ വീഡിയോ ഇവിടെ കഴിയുന്നില്ല, നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നാളെ കാണിക്കാൻ പോകുന്നത് കസവും കരയും അല്ലെങ്കിൽ കസവും ഒക്കെ ചേർത്തിട്ടുള്ള സെറ്റ് മുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ മറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പീസ് ഓർഡർ ചെയ്യാനും പറ്റും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് our channel. This is Adira signing off. Take care and bye bye. Love you.